ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനം, അതിൽ സൈക്കോ കില്ലറായ സീരിയൽ കില്ലറായ സെബാസ്റ്റ്യൻ, ഇതൊന്നും കേരളം മറന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് 18 ആണ്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇന്നും നിർണായകമായ ഒരു വിവരം ശരണ്യ പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ജൈനമ തിരോധാനം മുതലാണ് സെബാസ്റ്റ്യന്റെ വിവരങ്ങൾ പുറം ലോകത്തേക്ക് ചർച്ചയായി വന്നത്. അതിന് പിന്നാലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട വാർത്തകളും ന്യൂസ് 18 നൽകി. ബിന്ദു പത്മനാഭന്റെ തിരോധാനം ഉണ്ടാകുന്നത് 2006-ലാണ്. ആ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യനാണ് എന്ന കാര്യം ഉറപ്പിക്കുന്നു. ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിക്കുന്നില്ല എന്നത് ഉറപ്പിക്കുന്നു. ഇപ്പോൾ ആ കുറ്റം സെബാസ്റ്റ്യൻ ഏറ്റെടുത്തിരിക്കുകയാണ്. താൻ ബിന്ദു പത്മനാഭനെ കൊന്നു എന്ന് സെബാസ്റ്റ്യൻ ഏറ്റുപറഞ്ഞിരിക്കുന്നു. അത് അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, ചേർത്തല കോടതിയിൽ നൽകിയിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ പുറത്തുവിട്ടത്, റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ സെബാസ്റ്റ്യൻ ആ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ബിന്ദു പത്മനാഭനെ താൻ കൊന്നതാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നു. മൃതദേഹം മുറിച്ച് കഷ്ണങ്ങളാക്കി വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു എന്നതാണ് അന്വേഷണ സംഘത്തോട് സെബാസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ബിന്ദു പത്മനാഭന്റെ തിരോധാനം ഉണ്ടാകുന്നത് 2006-ലാണ്. ആ തിരോധാനം സംബന്ധിച്ച ഒരു പരാതി അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുന്നത് 11 വർഷങ്ങൾക്ക് ശേഷമാണ്. 11 വർഷത്തിന് ശേഷമാണ് ബിന്ദു പത്മനാഭനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ പരാതി നൽകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം സെബാസ്റ്റ്യനായി സൃഷ്ടിക്കുകയായിരുന്നു. സെബാസ്റ്റ്യനും കൂട്ടാളികളും ചേർന്ന് സൃഷ്ടിക്കുകയായിരുന്നു. ബിന്ദു പത്മനാഭൻ ഒരുപാട് ഭൂസ്വത്തുള്ള ധനികയായ ഒരു യുവതിയായിരുന്നു. അവർക്ക് ഒരുപാട് ഭൂസ്വത്തുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ തുടരെ മരണങ്ങൾ സംഭവിച്ചു. അമ്മയുടെ മരണം, തൊട്ടു പിന്നാലെ അച്ഛന്റെ മരണം, അതിനുശേഷം ബിന്ദു പത്മനാഭൻ ഒറ്റയ്ക്കാകുന്നു. അവർക്കുള്ള സഹോദരനാണ്. സഹോദരനെയും ബിന്ദു പത്മനാഭനെയും തമ്മിൽ തെറ്റിക്കുന്നു. സഹോദരൻ വിദേശത്തേക്ക് പോകുന്നു. പിന്നീട് ബിന്ദു പത്മനാഭൻ ഒറ്റയ്ക്കാകുന്നു. ബിന്ദു പത്മനാഭന്റെ പേരിലുള്ള സ്വത്തുക്കൾ സെബാസ്റ്റ്യൻ ഇടപെട്ട് കൈമാറ്റം ചെയ്യുന്നു. അതിനുശേഷം ഒരു തവണ മാത്രം ബിന്ദു പത്മനാഭനെ സ്ഥലം കൈമാറുന്നവരുടെ മുന്നിലെത്തിക്കുന്നു. പിന്നീട് ബിന്ദു പത്മനാഭന്റെ രേഖകളുടെ വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ച് ബാക്കി പ്രോസസ് പൂർത്തിയാക്കി ആ ഭൂമി ഇടപാട് നടത്തുന്നു. ഇതൊക്കെ നമുക്ക് മുന്നിലേക്ക് വന്ന വിവരങ്ങളാണ്. അപ്പോൾ ആ ഭൂമി ഇടപാടിന്റെ ആദ്യ ഘട്ടത്തിന് ശേഷം ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ തന്നെ സ്ഥിരീകരിക്കുന്നത്. അവരെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം പല കഷ്ണങ്ങളാക്കി മറവ് ചെയ്തു എന്നുമാണ് മൊഴി നൽകിയിരിക്കുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിലുള്ള സ്ഥലങ്ങളിൽ, വേളാങ്കണ്ണിയിൽ, ഒപ്പം ബംഗളൂരുവിലൊക്കെ സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നടക്കുന്നത്. സെബാസ്റ്റ്യനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ അന്വേഷണ സംഘത്തിന് വിട്ടുകിട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പുരോഗമിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, എപ്പോഴാണ് സെബാസ്റ്റ്യന് ഈ തിരോധാനങ്ങളിൽ പങ്കുണ്ട് എന്ന വ്യക്തമായ വിവരം പുറത്തു വരുന്നത് എന്ന് നോക്കിയാൽ അത് ജൈനമ്മ തിരോധാന കേസ് അന്വേഷണത്തിലൂടെയാണ്. ബിന്ദു പത്മനാഭന്റെ തിരോധാനമൊക്കെ പോലീസ് അന്വേഷണ സംഘങ്ങൾ കുറച്ചുനാൾ അന്വേഷിച്ച് യാതൊരു വിവരമില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ കേസുകളാണ്. ജൈനമ്മയുടെ തിരോധാനം സംഭവിക്കുന്നു, അതിന് പിന്നാലെ അന്വേഷണം നടക്കുന്നു. അതിൽ സെബാസ്റ്റ്യനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. കോട്ടയത്തെ അന്വേഷണ സംഘമാണ് സെബാസ്റ്റ്യൻ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ അയാളെ കുടുക്കുന്നത്. അങ്ങനെ സെബാസ്റ്റ്യനിലേക്ക് അന്വേഷണം എത്തിയതിനു ശേഷം അയാളുടെ വീട്ടിൽ പരിശോധന നടക്കുന്നു. അവിടെ നിന്ന് രക്തക്കറയും മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തുന്നു. അത് DNA പരിശോധനയ്ക്ക് ഉൾപ്പെടെ അയച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അതിന് പിന്നാലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനം, ആയിഷയുടെ തിരോധാനം, ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധുവിന്റെ തിരോധാനം, ഏലിയാമ്മയുടെ തിരോധാനം, അങ്ങനെ നിരവധി സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ വരികയാണ്. അപ്പോൾ ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ് പിന്നീട് മരിച്ച സ്ത്രീകൾ, ഒരു ഘട്ടത്തിൽ കാണാതാവുകയും ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമാകുന്ന സ്ത്രീകളുടെ ആ അന്വേഷണങ്ങളിലേക്ക് വഴി തുറന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സെബാസ്റ്റ്യൻ തന്നെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ബിന്ദു പത്മനാഭന്റെ ഒക്കെ കേസ് അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സെബാസ്റ്റ്യനിലേക്ക് അന്വേഷണ സംഘങ്ങൾ എത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് അത് വഴിമാറ്റി കൊണ്ടുപോകാൻ സെബാസ്റ്റ്യന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്
സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതിന്റെ സൂചനകൾ ലഭിച്ചിട്ടുള്ളതാണ്. വലിയ ഭൂമാഫിയ ഇതിനു പിന്നിലുണ്ട് എന്നതാണ് സംശയിക്കപ്പെടുന്നത്. അങ്ങനെ വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സ്ത്രീകളെയാണ് കാണാതായിരിക്കുന്നത്. അവരിൽ നിന്ന് പണം അടിച്ചു മാറ്റുക എന്നത് തന്നെയായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യം. ഇതിപ്പോൾ മൃതദേഹം കഷ്ണങ്ങളാക്കി സംസ്ഥാനത്തിന് പുറത്ത് വിവിധയിടങ്ങളിൽ ഉപേക്ഷിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ എന്ന് വെച്ചാൽ ഒരു കുറ്റകൃത്യം നടക്കുന്നു, അതിൽ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിൽ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘവും എത്തുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമായി വരുന്നു. സെബാസ്റ്റ്യന് പിന്നിൽ ആര് എന്നതുൾപ്പെടെയുള്ള കണ്ടെത്തലുകളിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. സെബാസ്റ്റ്യനുമായി എന്തായാലും കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ ഉള്ളത്. 6 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യനുമായി ഈ അന്വേഷണ സംഘം ഈ സ്ഥലങ്ങളിലൊക്കെ എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ CI തന്നെ പറയുന്നത് തനിക്ക് ബോധ്യപ്പെട്ടു. ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലും നടക്കുമ്പോഴാണ് ബിന്ദു പത്മനാഭൻ കേസിൽ കൃത്യമായി സെബാസ്റ്റ്യനിൽ നിന്ന് മൊഴി ലഭിക്കുന്നത്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മത മൊഴി ലഭിക്കുന്നത്. ആ കാര്യത്തിൽ സെബാസ്റ്റ്യനാണ് കൊലപ്പെടുത്തിയത് എന്ന തരത്തിലുള്ള കൃത്യമായ തെളിവുകളും വിവരങ്ങളും ബോധ്യവുമുണ്ട് എന്ന് അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് മതിയായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇനി മൃതദേഹം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പല ഭാഗങ്ങളാക്കി ഉപേക്ഷിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തി അതിന്റെ കൂടുതൽ തെളിവ് ശേഖരണം എന്നതാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. എന്തായാലും നമുക്കറിയാം ഒരു ഘട്ടത്തിൽ കേസന്വേഷണമൊക്കെ തേച്ചു മായ്ച്ചു കളഞ്ഞ് ഒരേ മോഡലിലുള്ള 5ഓളം കൊലപാതകങ്ങൾ സെബാസ്റ്റ്യൻ നടത്തിയിട്ടുണ്ട് എന്നതാണ് കരുതുന്നത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഏതാണ്ട് 20 വർഷം പിന്നിടുമ്പോൾ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. സെബാസ്റ്റ്യൻ ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഈ കുറ്റസമ്മത മൊഴി വളരെ നിർണായകമാകും. ഈ തിരോധാന കേസുകളുടെ അന്വേഷണത്തിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസവും ഒപ്പം തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള നടപടികളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ടും കൂടുതൽ വിവരങ്ങൾ സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിക്കും. സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല എന്ന് വ്യക്തമായിരിക്കുന്ന ഘട്ടത്തിൽ മറ്റാരൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഇവരുടെ ലക്ഷ്യങ്ങൾ എന്ത്? പണം തട്ടൽ തന്നെയായിരുന്നു ലക്ഷ്യമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത് ഒരു ഭൂമാഫിയ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ബിന്ദു പത്മനാഭനെ പോലെയൊക്കെ ഭൂസ്വത്തുള്ള പണമുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ത്രീകളെ അവരെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത്. അവരിൽ നിന്ന് പണം തട്ടിയതിനു ശേഷം അവരെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു രീതി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കേസുകളിലേക്ക് കൂടി വഴി തുറക്കും ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നതാണ് ലഭിക്കുന്ന വിവരം.